ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL ടാറ്റ് 2 ടൈം വർക്കിനെ ബേസ് ചെയ്തിട്ട് പൈപ്പ് അസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടാങ്ക് ഉണ്ട്. അതിപ്പോൾ എ ഫുൾ ടാങ്ക് ക്യാൻ ബി എംപ്റ്റീഡ് ബൈ ഔട്ട്ലെറ്റ് പൈപ്പ് എ എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് പൈപ്പിന് 5.6 അവർ എടുക്കുന്നു. വൈൽ ബിക്കാണെങ്കിൽ 7 അവർ എടുക്കുന്നു. ഇഫ് ദ പൈപ്സ് എ ആൻഡ് ബി ടേൺഡ് ഓൺ ആൾട്ടർനേറ്റീവ്ലി ഫോർ 1 അവർ ഈച്ച്, എയും ബിയും ഓൾട്ടർനേറ്റ് ആയിട്ട് 1 അവർ കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുന്നു. എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാങ്ക് ഇപ്പോൾ ഫുള്ളായിട്ടാണ് കിടക്കുന്നത്. ഹൗ ലോങ് വിൽ ടേക്ക് ഇറ്റ് എംറ്റി ദ ടാങ്ക്? എത്ര ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് എംറ്റി ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ടൈം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ LCM ഇതിൻ്റെ വർക്കായിട്ട് എടുക്കുക. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് LCM ആയിട്ട് എടുക്കുക. 5.67. ഓക്കെ, ഒന്നെങ്കിൽ ഇതിൻ്റെ LCM ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 5.6 മാറ്റിയിട്ട് 56/10 എടുക്കാം. 56/10 എടുക്കുമ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 56 തന്നെ വരും. സോ എഫിഷ്യൻസി, ആദ്യത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 56 ഡിവൈഡഡ് ബൈ 56/10 എന്ന് പറഞ്ഞു കിട്ടും. രണ്ടാമത്തേൻ്റെ ആണെങ്കിൽ 56 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞു കിട്ടും. ദെൻ ആദ്യത്തേത് ഔട്ട്ലെറ്റ് പൈപ്പാണ്, അതുകൊണ്ട് തന്നെ മൈനസ് വരും. എഫിഷ്യൻസി മൈനസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ ഇൻലെറ്റ് പൈപ്പാണ്. ഇനി ആദ്യമേ എ തുടങ്ങുന്നു, പിന്നീട് ബി. അപ്പോൾ ആദ്യത്തെ അവറിൽ എ ഒറ്റയ്ക്കാവുമ്പോൾ ഇത് എംറ്റി ആണ് ചെയ്യുന്നത്. ഓക്കെ, -10 എംറ്റി. അടുത്ത അവർ ബി വരുമ്പോൾ 8 കയറും. ആക്ച്വലി 2 അവറിൽ 2 എംറ്റി ആവും. 2 അവറിൽ 2 എംറ്റി ആവും. ദെൻ ടോട്ടൽ കപ്പാസിറ്റി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന LCM ആയിട്ടുള്ള 56. ഇനി ഏറ്റവും ബെറ്റർ ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ്. ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷനിൽ നിന്ന് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും കുറവുള്ള 47 തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 47 മണിക്കൂർ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ 47ൻ്റെ അടുത്ത് വരെ എത്താനായിട്ട്, ഇതിനെ എനിക്കിപ്പോൾ 47 ഡയറക്റ്റ് എടുക്കുന്നതിനേക്കാളും ഞാൻ 47ൻ്റെ അടുത്ത് വരെ എത്താനായിട്ട് 23 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 46 വരും. ഇവിടെയും 46 വരും. ഓക്കെ, ഇവിടെയും 46 വരും. അല്ലാതെ 46 കുറയും. ഓക്കെ, ടാങ്ക് ഇപ്പോൾ ഫുള്ളാണ്. 56 നമുക്ക് എംറ്റി ചെയ്യേണ്ടത്. 56 അടിച്ച് കളയണം. സോ ഇപ്പോൾ 46 കുറയും. അടുത്ത അവറിൽ, അടുത്ത 1 മണിക്കൂറിൽ ആരായിരിക്കും വരാൻ പോകുന്നത്? എ പൈപ്പായിരിക്കും വരാൻ പോകുന്നത്. എ ഒറ്റയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? 10 എംറ്റി ചെയ്ത് കളയും. സോ 56 ഇതിനകത്ത് എന്ത് ചെയ്യും? എംറ്റി ആവും. സോ ഓപ്ഷൻ വഴി പോകുന്നതാണ് നല്ലത്. ഓപ്ഷൻ വഴി പോകുമ്പോൾ ഏറ്റവും ചെറുതിൽ തുടങ്ങുക. ദെൻ നമുക്ക് മാക്സിമം 3 ഓപ്ഷൻ വരെ ചെക്ക് ചെയ്യേണ്ടി വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ 4ാമത്തെ ആയിരിക്കും ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ എംറ്റി ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തത്. സോ ഫൈനൽ ആൻസർ 47 മണിക്കൂറായിരിക്കും വരുന്നത്.